എന്നെ ബുദ്ധിമുട്ടിച്ചാലും പ്രശ്നമല്ല. നീ ഇങ്ങനെ തന്നെ ഇരുന്നാ മതി. പാവം, എന്നെ എത്ര മിസ് ചെയ്യുന്നുണ്ടോ എന്തോ. അച്ഛൻ കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇന്ന് ഓഫീസിൽ വരാൻ കഴിയില്ലെന്ന് പറയണായിരുന്നു. ചാൻസേ ഇല്ല, കുറച്ച് വെയിറ്റ് ചെയ്യും. കുറച്ചൊന്ന് മിസ് ചെയ്യട്ടെ. ലവില് വളരെയധികം ഫോർമൽ ആയിരിക്കണം, അല്ലെങ്കിലേ ഞാനൊരു ലിവിങ് ലെജൻഡാ. ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? പ്രണയിക്കുന്നവരെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും? നോ വേ, ചാൻസേ ഇല്ല. അവൻ ചിലപ്പോ വേദാന്ത് മേനോനായിരിക്കും. എനിക്കൊന്നിനും കുറവൊന്നുമില്ലല്ലോ, റൗഡി ബേബിയാ ഞാൻ. അച്ഛാ, എന്ത് ജോലി ചെയ്യണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞ എന്തായാലും ഇപ്പൊ ചെയ്ത് തീർത്തു തരാം. അമ്മു ഹിയർ, നോ ഫിയർ. എന്താ എല്ലാരും കൂടെ ഒരുമിച്ച്? സിറ്റ് ഡൗൺ. എന്താ കാര്യം? ഒന്നുമില്ല ബോസ്, ഞങ്ങൾക്ക് ബോസിനോടൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ടായിരുന്നു. അതിനാണോ 3 പേരും കൂടെ വന്നേ? എന്താ അത്? അത് വേദാന്ത് ഓഫീസിൽ അഡ്മിൻ പോസ്റ്റ് ഒഴിവുണ്ടല്ലോ. തൽക്കാലം 2 പോസ്റ്റും സുമേഷാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എന്നാലും എല്ലാ ഭാരവും അവന്റെ തലയിൽ ഏൽപ്പിക്കാൻ പറ്റുമോ വേദാന്ത്? എംഡിയുടെ പി ആയിട്ട് അഡ്മിൻ പോസ്റ്റും കൂടെ നോക്കുന്ന കാര്യം ഭയങ്കര കഷ്ടമായിരിക്കും. ബട്ട് അഡ്മിൻ ഹെഡ് പോസ്റ്റ് മാത്രമേ ഒഴിവുള്ളൂ. ആ ഡിപ്പാർട്ട്മെന്റിൽ വേറെ സബോർഡിനേറ്റ്സ് ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ അവരെല്ലാം ഫ്രഷേഴ്സ് ആണല്ലോ, അവർക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ല. ഇവരെല്ലാരും കൂടെ ചേർന്ന് അമൂല്യയുടെ പോസ്റ്റിലേക്ക് വേറെ ആളെടുക്കാൻ നോക്കുകയാണല്ലോ. ആ കഴുതയാണെങ്കിൽ ഓഫീസിലേക്ക് വരില്ല എന്നും പറയുന്നു. അതുകൊണ്ട് നമുക്ക് ആ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യണമെന്നാണോ? ചേച്ചേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. വേറെ ആരെങ്കിലും കൊണ്ടുവന്ന അവരവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ചുരുങ്ങിയത് 1 മാസമെങ്കിലും വേണ്ടി വരും. അതിനേക്കാളും നല്ലത് അമൂല്യ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചുകൊണ്ടുവരുന്നല്ലേ. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെയല്ലോ. ഞാൻ പറഞ്ഞില്ലേ ബോസേ, സ്വീറ്റ് ന്യൂസ് ആണെന്ന്. എങ്ങനെയുണ്ട് ഈ സ്വീറ്റ് ന്യൂസ്? ഇതിൽ എന്താടോ ഇത്രയ്ക്ക് സ്വീറ്റ് ന്യൂസ്? അവളെ ഇഷ്ടത്തിന് ജോലി ഉപേക്ഷിച്ചല്ല, എനിക്കതുമായിട്ടൊരു ബന്ധവുമില്ല. നിങ്ങൾക്കിതുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ നിങ്ങളും അവരും തമ്മിൽ ബന്ധമുണ്ടല്ലോ. എന്താ വേദാന്ത്, അമൂല്യ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണ്ടെന്നായിരിക്കും അല്ലേ? ചേച്ചേ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. എനിക്ക് അവളെ തീരെ ഇഷ്ടമല്ല എന്നുള്ള സത്യമാ. പക്ഷെ ജോലി കാര്യത്തിൽ ഞാൻ അതൊന്നും നോക്കില്ല. നിങ്ങൾക്ക് അവളെ തിരിച്ചു വിളിക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആദ്യം അത് ചെയ്യുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണല്ലേ. അളിയൻ ആ പോസ്റ്റിലേക്ക് കറക്റ്റ് ആയിട്ട് അമൂല്യ തന്നെ വിളിക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു. നീ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പറയില്ലായിരുന്നു ഈ പ്ലാൻ വർക്കൗട്ട് ആവില്ലെന്ന്. ഫ്ലോപ്പ് എന്നോ? അതെന്താടാ, അവൾ ഇങ്ങോട്ട് വരില്ലേ? എന്തായാലും വരില്ല ചേട്ടാ. കൺവിൻസ് ചെയ്താലും വരില്ലേ വിക്കി ബോസ്? എങ്ങനെ വരാനാ മിസ്റ്റർ സുമേഷ്? അവൾക്കൊരു ആലോചന വന്നിട്ടുണ്ട്. അതെ ചേട്ടാ, എന്തായാലും ജോലിക്ക് പോകുന്നില്ല, അതുകൊണ്ട് ചെറുക്കനെ നോക്കിയിട്ടുണ്ടാവും. അതുവരെ വീട്ടിൽ സുഖമായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു നമ്മുടെ റൗഡി കൊച്ചി ഈ ഓഫീസിലോട്ട് ഇനി ഒരിക്കലും വരില്ലെന്നാ. വാട്ട് നോൺസെൻസ് വിക്രാന്ത്. അവൾക്ക് ചെക്കനെ നോക്കണം, അത്ര ചെക്കനെ. അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്ന് കാണിച്ച അവള് സമ്മതിക്കുവോ? അവൾക്ക് ഞങ്ങളുടെ കല്യാണത്തെ പറ്റി, ഐ മീൻ അവൾക്ക് അവളുടെ കല്യാണത്തെ പറ്റി ഒരുപാട് സ്വപ്നമുണ്ട്. വാട്ട് നോൺസെൻസ്. അല്ല വേദാന്ത്, ചെറുക്കനെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോ അവള് സമ്മതിച്ചു കാണും. ഞാനങ്ങനെ പറയാൻ കാരണം ഒരിക്കലും അവള് കല്യാണത്തിന് സമ്മതിച്ചതല്ലേ. ഇപ്പോഴാണെങ്കിൽ കല്യാണപ്രായമായി. ഇങ്ങനെയാണ് കളിപ്പിക്കുക. അതെ ചേട്ടാ, നമ്മളിപ്പോ സ്വാർത്ഥതയും വെച്ചിരുന്ന ഒന്നും വർക്കൗട്ട് ആവില്ല. ഈ ഓഫീസ് ജോലിയൊക്കെ ആർക്ക് വേണേലും ചെയ്യാലോ. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി അമൂല്യയുടെ വിവാഹം നമ്മൾ എല്ലാരും ചേർന്ന് അടിപൊളി. അത് കഴിഞ്ഞ് ചുമ്മാ വായി തോന്നി വിളിച്ചു പറയല്ലേ. അവളെ കല്യാണത്തിന് സമ്മതിക്കുന്ന നിനക്ക് എങ്ങനെ അറിയാം? അവരുടെ പെണ്ണിനെ പറ്റി അവർക്കറിയാതെ ഇരിക്കുവോ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ വേദാന്ത്. ഇതുവരെ അമ്മുവിന് ഒരു ബോയ് ഫ്രണ്ട് പോലും ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ കല്യാണം കഴിയുമെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം. അവളുടെ താഴെ ഇനി അനിയത്തിമാരും ഉണ്ടല്ലോ.
സോ അവള് തീർച്ചയായിട്ടും സമ്മതിക്കും. ആ ചേട്ടാ, ചേട്ടനിങ്ങനെ ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല. റൗഡി കൊച്ചിന്റെ കല്യാണത്തിന് ഞാനും ഒളിയനും എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുത്ത് മുന്നിൽ നിന്ന് നടത്തിക്കൊള്ളാന്നേ. നീ ജസ്റ്റ് ഹെൽപ്പ് ചെയ്താൽ മതി. എന്റെ ഫുൾ ഹെൽപ്പ് ഉണ്ടായിരിക്കും. ഇതൊരു ഓഫീസാണോ? ഓഫീസിൽ എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലേ? എന്താ എന്തിനാ എപ്പോഴും ഊതുന്നേ? കഴിഞ്ഞ ജന്മത്തിൽ എന്താ വല്ല പാമ്പുമായിരുന്നോ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെ തന്നെയാ. എനിക്ക് ഞാനായിട്ടിരിക്കാനാ ഇഷ്ടം. അങ്ങനെ ഇരുന്നോ, മുഖം വീർപ്പിച്ച് മൂങ്ങയെ പോലെ. വായി തോന്നും വിളിച്ചു പറയരുത്. എന്താ നിനക്ക്? ഞാൻ ആദ്യം സോഫ്റ്റ് ആയിട്ട് നന്നായിട്ടാ സംസാരിച്ചേ, പക്ഷെ നീയാ ചൂടാവുന്നത്. ആക്ഷൻ അനുസരിച്ച് റിയാക്ഷനും ഉണ്ടാവും. ശരി, കാര്യം പറയും. ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്ര വേഗം എന്താ തിരിച്ചു വന്നേ? വേഗം വന്നതിന്റെ അർത്ഥം ഇന്റർവ്യൂ പോയിന്ന് തന്നെയാ. എന്തൊക്കെ ചോദ്യങ്ങളാണോ ചോദിക്കുന്നത്? അവരുടെ റിക്വയർമെന്റ് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. എന്താ ചോദിച്ചത്? അവർക്ക് എന്റെ ക്വാളിഫിക്കേഷനും നോളജും ഒന്നും ആവശ്യമില്ല. അവർ ചോദിക്കുന്നത് എനിക്ക് ബൈക്ക് ഉണ്ടോന്നാ. എന്ത് ബൈക്കോ? അവർക്ക് 3 ബ്രാഞ്ച് ഉണ്ട്. ഓരോന്നും ഓരോ സ്ഥലങ്ങളിലാ. അവരുടെ പ്രൊഫൈൽ അനുസരിച്ച് എല്ലാ ബ്രാഞ്ചുകളിലും പോയി പ്രൊഡക്ഷൻ റിപ്പോർട്ട് വാങ്ങി അവിടെ സ്റ്റോക്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. അവർക്ക് ഒരു എംപ്ലോയിക്കും ബൈക്ക് കൊടുക്കുവാനുള്ള താല്പര്യവും ഇല്ല. എംപ്ലോയിക്ക് സ്വന്തമായി ബൈക്ക് ഉണ്ടെങ്കിൽ കമ്പനി പോളിസി അനുസരിച്ച് കിലോമീറ്ററിന് 2-2.5 കൊടുത്താൽ മതി എന്നാ അവരുടെ കണക്കുകൂട്ടൽ. ആ ജോലി ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതിന് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല എന്നതാ അവരുടെ കണക്കുകൂട്ടൽ. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? എനിക്ക് ബൈക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്ത് പറഞ്ഞു? ശരി, പൊയ്ക്കോ, അറിയിക്കാന്ന്. എന്റെ വിധി. ഇങ്ങനെ ഇന്റർവ്യൂ ഉണ്ടാവോ? പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി അന്വേഷിക്കാൻ തുടങ്ങും. അപ്പൊ മനസ്സിലാവും ഏതൊക്കെ രീതിയിൽ ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന്. 3 നേരവും മൊബൈലിൽ കുത്തിയിരുന്ന ലോകവിവരം ഉണ്ടാവില്ല. കിണറിലെ തവളയായി മാറും. അങ്ങനെയൊന്നുമല്ല, മൊബൈലില് ലോകം മുഴുവൻ കാണാൻ പറ്റും. കാണുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അനുഭവത്തെക്കാൾ വലിയ അറിവ് വേറെ ഒന്നുമില്ല. മനസ്സിലാക്കിക്കും. ആഹാ, ശരി, ട്രൈ ചെയ്യാം. നിക്ക്, എവിടെ പോവാ? വെള്ളം കുടിക്കാൻ. അത്രേ ഉള്ളോ? ഞാൻ കൊണ്ടുവന്ന് തരാം. ഞാൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എന്തോ കുഴപ്പമുണ്ട്. അയ്യോ, ഞാൻ എന്തിനിങ്ങനെ കൊഞ്ചുന്നേ? ഈ ബുക്സ് എല്ലാം നമ്മൾ വാങ്ങിയിട്ട് എത്ര വർഷമായില്ലേ അച്ഛാ? എല്ലാ വീടുകളിലും ബുക്സൊക്കെ എങ്ങനെയെങ്കിലൊക്കെ എത്തും. പക്ഷെ ബുക്സിലുള്ളതൊന്നും മനസ്സിൽ വരില്ല. ഏതായാലും നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ല എന്നുള്ളത് സന്തോഷം. എന്തേ അച്ഛാ? നീ കുട്ടിയായിരുന്നപ്പോൾ എത്രയോ ബുക്സ് ആണെന്നറിയോ വായിച്ചത്? ഒരുവിധം എല്ലാ കൃതികളും വായിച്ചിട്ടുണ്ട്. നിന്റെ പ്രായക്കാര് ബാലരമ, മനോരമ, ബാലമംഗളമൊക്കെ വായിച്ചപ്പോ നീ ഹിമാലയൻ ബ്ലണ്ടേഴ്സും മില്ലേനിയൻ സീരീസ് ഇതൊക്കെയാ വായിച്ചിരുന്നത്. എന്റെ അഭിപ്രായത്തില് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് മാറി മാറി ബുക്സ് വായിച്ചിരുന്ന പലരും ആ ബുക്കിൽ നിന്ന് ഇതുവരെ പുറത്തു വരാൻ കഴിയാത്തവരാണെന്നാ തോന്നിയിട്ടുള്ളത്. അതെന്താ? ഒരു എഴുത്തുകാരൻ പണ്ട് ഒരു കവിയെ കുറിച്ച് പറഞ്ഞതെങ്ങനെയാണെന്ന് അറിയാമോ? അദ്ദേഹം ഒരു രാഷ്ട്ര കവിയാണ്. അദ്ദേഹം മുമ്പ് എഴുതിയ ഒരു കൃതിക്ക് ജ്ഞാനപീഠം വരെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷേ അദ്ദേഹത്തിന്റെ പരിപൂർണ കൃതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ ഒരു കൃതിയാണത്രേ. എന്തൊരു ഉപമ! അതെ അച്ഛാ, അവരുടെ എഴുത്ത് അത്രയും നന്നായിട്ടുണ്ടാവും. എന്നാൽ ലളിതമായിരിക്കും. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് എഴുതും. കാര്യങ്ങൾ മനസ്സിലാവണമെന്ന് വിചാരിച്ചായിരിക്കും അത് എഴുതിയത്. ഇതാ ഞാൻ പറഞ്ഞത്, നീ എല്ലാ പെൺകുട്ടികളും പോലെ അല്ലെന്ന്. ഞങ്ങൾക്ക് ബുക്ക് വാങ്ങി തന്ന് വായിക്കാൻ പഠിപ്പിച്ചത് തന്നെ അച്ഛനല്ലേ. ഞാൻ വലിയ ആളുകളുടെ എഴുത്തുകൾ വായിക്കുന്ന സമയത്ത് ഒരിക്കലും അച്ഛൻ വേണ്ടാന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ ഈ കവിതയെ പറ്റിയോ മറ്റു ബുക്സിനെ പറ്റിയോ ഒന്നും ഞാൻ അറിയില്ലായിരുന്നു. നിന്നെ പോലെ വായിക്കുന്നവരെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ഇത്രയൊക്കെ ആര് വായിക്കാനാ? ഇപ്പോഴാണെങ്കിൽ മൊബൈൽ കാരണം ആരും വായിക്കാറില്ല. നീ മാത്രമേ ഉള്ളൂ.
ഇങ്ങനെ വായനാശീലം തുടരുന്നയാളായിട്ട്. അല്ലച്ച, വേദാന്ത് വായിക്കും. അതുമാത്രേ ഉള്ളൂ ഞങ്ങൾക്കിടയിലുള്ള ഒരു കോമൺ ശീലം. അവനെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ വരില്ല എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്കിപ്പോ അവനെ ഒന്ന് കണ്ടാ മതിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഏലസ് എന്തായാലും തിരിച്ചു കിട്ടിയത് നന്നായി. ഈ ആഞ്ജനേയന്റെ രൂപത്തില് എപ്പോഴും വേദാന്ത് എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അമ്മോ, നിന്റെ ശ്രദ്ധ ഇവിടെയൊന്നും അല്ലെന്ന് തോന്നല്ലോ മോളെ. ഇല്ലല്ലോ, എന്താച്ചാ? അല്ല, നീ എങ്ങോട്ടേക്കോ പോകാൻ ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. അച്ഛാ, ഇന്ന് വരെ ഞാൻ നിങ്ങളോട് ഒന്നും പറയാതെ ചെയ്തിട്ടില്ല. എന്റെ ജീവിതത്തിലെ ചില തീരുമാനങ്ങള് അച്ഛനോട് ചോദിക്കാതെ എടുത്താ അച്ഛൻ ആ കാര്യത്തിൽ എന്നോട് ദേഷ്യം തോന്നും. ഓരോ അച്ഛനമ്മമാരും മക്കളെടുക്കുന്ന തീരുമാനത്തെ ഭയക്കും. അതിന്റെ കാരണം മക്കൾ അപകടത്തിലൊന്നും പെടാതിരിക്കാൻ വേണ്ടിയാ. പക്ഷെ എനിക്ക് എന്റെ മകളെ പറ്റി ഒരു സംശയവുമില്ല. നീ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയായിരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അയ്യോ, ടൈം ഓൾറെഡി ഉച്ചയായെന്ന് കാണിക്കുന്നുണ്ടല്ലോ. ഇവ മീറ്റ് ചെയ്യാന്നൊന്നും പറഞ്ഞുമില്ല. എന്നാ ഞാൻ മീറ്റ് ചെയ്യാനോട്ട് പോയതുമില്ല. ഞാൻ പോയില്ലെങ്കിൽ അവൻ എന്റെ വീട്ടിലേക്കൊന്ന് വരായിരുന്നല്ലോ. അവൻ എന്തിനാ വരുന്നേ? അന്നേരം അവനാണെങ്കിൽ ഞാൻ വേദാന്ത് മേനോനാണ് എന്നുള്ള അഹങ്കാരവും. കൊള്ള ചെറുക്കൻ. ഇപ്പോഴാണോ വിളിക്കുന്നേ? എന്താണാവോ വേണ്ടത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ട. ഞാൻ നിനക്കൊരു പാഴ്സൽ അയച്ചിരുന്നു, അത് കിട്ടിയായിരുന്നോ? ചെക്ക് ചെയ്ത് നോക്ക്. പാഴ്സലോ? എന്ത്? എന്തെങ്കിലും കഴിക്കാനാണോ? എന്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കി. മിസ് ക്യൂൻ ഓഫ് നോൺസെൻസ്, ഞാൻ പറഞ്ഞത് ആദ്യം ചെയ്യേ, അപ്പൊ നിനക്ക് മനസ്സിലാവും. ഞാൻ എന്റെ ജനലിൽ നിന്ന് നോക്കിക്കോളാം. അയ്യോ, ഞാൻ ചെക്ക് ചെയ്തോണ്ട് തന്നെ നിൽക്കുന്നേ. ഒരു പാഴ്സൽ വന്നിട്ടില്ല, ഒരു കുന്തവും ഇല്ല. ഒന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയേ. ഇവൻ തന്നെ ഇങ്ങോട്ട് വന്നല്ലോ. ഇവൻ എന്തായാലും വരില്ല എന്ന് വിചാരിച്ച ചീത്ത വിളിച്ചത്. എന്തു പറ്റി? ഷോക്കായി പോയോ? ഫോണ് ചെവിലിരിക്കല്ലേ, അതില് പറഞ്ഞൂടെ? അല്ല, ഇവിടെ വരെ ഇപ്പൊ എന്താ വന്നേ? എന്തു പറ്റി? വരണ്ടായിരുന്നോ? അങ്ങനെ ഇപ്പൊ ആരാ പറഞ്ഞേ? ഇന്നെനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞില്ലേ? എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്. നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും നിങ്ങളൊരു മിസ്റ്റർ പെർഫെക്റ്റ് ആണല്ലോ. അകത്തേക്ക് കയറി വാ. ഇന്നത്തേക്ക് ഇത് മതി. എന്റെ മനസ്സ് നിറഞ്ഞു. സോറി. സോറിയോ? അതോ റൗഡി ബേബിന്റെ വായിന്നോ? എന്തിനാ ഇപ്പൊ സോറിയൊക്കെ? നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചതേയില്ല. അയ്യോ, സോറി സോറി. അത് ഞാൻ നിങ്ങളെ നീ എടോന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ദേഷ്യം വരില്ലേ? അത് ഞാൻ നിന്റെ ബോസ് ആയിരിക്കുമ്പോഴാ. ഇപ്പൊ ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ? സോറി.